ലോകപ്രശസ്ത ഫുട്ബോളർ ഡേവിഡ് ബെക്കാമിന് കട്ടപ്പന പോത്തിറച്ചി വേണം. ഈ സംഭവം ഇപ്പം വളരെ വൈറലായി. വേൾഡ് മുഴുവൻ ഈ വാർത്ത അങ്ങ് പോയി. കട്ടപ്പന പോത്തിറച്ചി എന്താണെന്ന് ആൾക്കാർ അന്വേഷിച്ച് തുടങ്ങി. ഡേവിഡ് ബെക്കാമിനെ നമുക്കറിയാം. ഏകദേശം UK ഇംഗ്ലണ്ടിലെ ഫുട്ബോളറാണ്. ലോകപ്രശസ്തനായ താരമാണ്. അദ്ദേഹത്തിന് കാലഘട്ടത്തിൽ അദ്ദേഹം റൈറ്റ് വിങ്ങറാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാലും മറ്റുള്ളവർക്ക് പാസ് എത്തിക്കുന്നതിൽ വളരെ മിടുക്കനാണ്. അദ്ദേഹത്തിന് ഇപ്പം ഇൻ്റർ മിയാമിയുടെ ക്ലബിൻ്റെ ഉടമസ്ഥയിലേക്ക് അദ്ദേഹം വന്നു. ലോകത്തിലെ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ്. നേരത്തെ അദ്ദേഹം മക്കാവിൽ പോയ സന്ദർഭത്തിൽ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഗോൾഡൻ പീക്കോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം അന്ന് ഫുഡ് കഴിച്ചിരുന്നു. അന്നേരം അവിടുത്തെ ചാലക്കുടിക്കാരനെ ചെഫിനെ അദ്ദേഹം പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിഭവസമൃദ്ധമായ ആ ആഹാരം കഴിച്ചു. അദ്ദേഹമായിട്ട് ലോഹ്യത്തിലായി. ആ ആൾ ഇപ്പോഴും മക്കാവിലുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിൽ ചെന്നതായിരുന്നു ഡേവിഡ് ബെക്കാം. സർ ഡേവിഡ് റോബർട്ട് ജോസഫ് ബെക്കാമാണ് അദ്ദേഹത്തിൻ്റെ പുതിയ നാമം. 1975 ജനിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 50 വയസ്സായി. അദ്ദേഹം പല ക്ലബ്ബുകളുടെ ഓണറാണ്. പ്രത്യേകിച്ച് ഇൻ്റർ മിയാമിയുടെ ഓണറാണ്. ഈ ഷെഫ് ചാലക്കുടിക്കാരനായ ജസ്റ്റിൻ പോളാണ്. അദ്ദേഹം അവിടെ മക്കാവിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ആ സമയത്ത് രുചിയേറിയ ഭക്ഷണം കഴിച്ചപ്പം ഡേവിഡ് ബെക്കാം ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ വിഭവസമൃദ്ധമായ ആ ഭക്ഷണത്തിൽ കട്ടപ്പന പോത്തിറച്ചിയുണ്ട്. കട്ടപ്പന പോത്തിറച്ചി പലരും കഴിച്ചിട്ടുണ്ടാവില്ല. ഞാനൊക്കെ ചെറുപ്പം പോലെ കഴിച്ചിട്ടുണ്ട്. കട്ടപ്പന പോത്തിറച്ചി കഴിച്ചവർക്കറിയാം അതിൻ്റെ രുചി. അന്ന് പഴയ കാലത്ത് ഇഷ്ടംപോലെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊണ്ടുവന്ന് ആണ് പോത്തിറച്ചി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം വേട്ടയാടൽ നിരോധിച്ചുകൊണ്ട് അത് നടക്കില്ല. ഇപ്പം നാടൻ പോത്ത്, നല്ല പോത്തിനെയാണ് ഇപ്പോൾ കാട്ടുപോത്തിന് പകരമായി ഉപയോഗിക്കുന്നത്. അത് സാധാരണ രീതിയിൽ നല്ല പാറപ്പുറത്തിട്ട് ഉണക്കും. നന്നായിട്ട് ഉണക്കിയ ആ ഇറച്ചി അത് നാര് പോലെയാണ് കാണുന്നത് കൂടുതലും. അതിനകത്ത് ഉള്ള മുളക് ചേർത്തുള്ള ആ പ്രിപ്പറേഷൻ വളരെ രുചികരമായ സംഗതിയാണ്. ഇപ്പോൾ ആ കട്ടപ്പന പോത്തിറച്ചി പഴയ കാലത്തുള്ള അതേ രുചിയിൽ നാടൻ പോത്തിനെ അതുപോലെ ആ പോത്തിറച്ചി ഉണക്കി സൂക്ഷിച്ച് ഇപ്പോഴും വർഷങ്ങളോളം ഓരോ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. നല്ല പോത്തിറച്ചി കിട്ടുമ്പോൾ പാറപ്പുറത്ത് പോയിട്ട് ഉണങ്ങും. അതുപോലെ പാറപ്പുറത്തിട്ട് ഉണങ്ങുന്നതാണ് ഉണക്ക് കപ്പ വളരെ രുചികരമാണ്. ഉണക്കപ്പയും കാട്ടുപോത്തിറച്ചിയൊക്കെ അന്നത്തെ കാലത്ത് വളരെ രുചിയോടെ കർഷകർ ഭക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ നിശ്ചിതമായി സാധനം കാട്ടിൽ കയറാൻ ഒക്കില്ല, തോക്ക് ഉപയോഗിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് ഇപ്പോഴേ ആൾക്കാർ ഈ രുചി, പഴയ രുചി ഇന്നും നാവിൻ്റെ അറ്റത്ത് വരുന്നവരുണ്ട്. ഡേവിഡ് ബെക്കാം മക്കാവിൽ പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ ഈ കട്ടപ്പന പോത്തിറച്ചി അവിടുന്ന് കഴിച്ചു. അതിൻ്റെ കാരണം അവിടെ ഒരു മലയാളി കുക്കുണ്ടായിരുന്നു, ജസ്റ്റിൻ പോൾ അവിടെ മക്കാവിൽ അവിടുത്തെ ഒരു ഹോട്ടൽ പേൾ റിവർ ഡെൽറ്റ എന്ന ഒരു ഹോട്ടൽ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ചീഫ് കുക്കായിരുന്നു. ആ സമയത്താണ് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ആ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഡേവിഡ് ബെക്കാം ഈ ഷെഫിനെ പോയി കണ്ടു, നന്ദി പറഞ്ഞു. അന്ന് ആ കട്ടപ്പന പോത്തിറച്ചിയുടെ കൂടെ കൊടമ്പുളി ഇട്ട മീൻകറിയുണ്ട്, മാങ്ങാപ്പഴം ചേർത്ത മീൻകറിയുണ്ട്. അതൊക്കെ അദ്ദേഹം കഴിച്ചു. നമ്മുടെ പഴയ കാലത്ത് അമ്മച്ചിമാരുണ്ടാക്കുന്ന കൊടമ്പുളി ഇട്ട മീൻകറി വളരെ രുചികരമാണ്. അതേ രുചിയൊന്നും ഇപ്പം നമുക്ക് ആർക്കും ലഭിക്കുന്നില്ല, കിട്ടുന്നില്ല. ഏതായാലും ജസ്റ്റിൻ പോളിൻ്റെ ആ കുക്കിങ്ങിൻ്റെ രുചി അത് ഇപ്പോൾ നാവും തുമ്പിലുണ്ട് ബെക്കാമിൻ്റെ. ഇപ്പോഴും അദ്ദേഹം മക്കാവിൽ വന്നു. മക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം
ചൈനയുടെ ഒരു പ്രാന്തപ്രദേശമാണ്. പ്രത്യേക രീതിയിലുള്ളൊരു ഭരണക്രമം അവിടെ നടക്കുന്നു. ഇപ്പോൾ അവിടെ ഹോങ്കോങ്ങിനോട് ചേർന്ന ഒരു ചെറിയ രാജ്യമാണ്. ചൈനയുടെ ഭാഗമാണ് എന്ന് പറയുമെങ്കിലും അത് ഹോങ്കോങ് പോലെ ഇൻഡിപെൻഡൻ്റായി ഭരണ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് മക്കാവു. അവിടെയാണ് ഇപ്പോൾ ജസ്റ്റിൻ പോൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേരത്തെ മക്കാവിൽ അദ്ദേഹം ഈ ഹോട്ടലിലെ ചീഫ് കുക്കായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 9 തവണ എങ്ങാണ്ട് ഏറ്റവും ബെസ്റ്റ് കുക്കിനുള്ള മിഷാലിൻ സ്റ്റാർ എന്ന ഒരു പുരസ്കാരം 9 തവണ അദ്ദേഹത്തിന് തന്നെ കിട്ടിയിരുന്നു. നല്ല കുക്കുകൾക്ക് ഷെഫിനാണ് ആ അവാർഡ് കൊടുക്കുന്നത് ആ രാജ്യത്ത്. ഹോങ്കോങ്ങിലുള്ള സ്ഥലവും എല്ലാം കൂടെ ചേർന്നുള്ള ആ റെസ്റ്റോറൻറ്റിൽ അദ്ദേഹം കുക്കായിരുന്ന സമയത്ത് അവിടെ പണ്ട് ബെക്കാം വന്നു. ഈ വിവിധ രീതിയിലുള്ള ഇന്ത്യൻ ഭക്ഷണം, പ്രത്യേകിച്ച് കേരള ഭക്ഷണം, അമ്മച്ചിമാരുണ്ടാക്കുന്ന ആ ഫിഷ് കറി, മാങ്ങ ഇട്ട ഫിഷ് കറി, പോത്തിറച്ചി, കാട്ടുപോത്തിൻ്റെ ഇറച്ചി ആയിരിക്കും അന്ന് തിന്നിട്ട് ഇന്ത്യയിൽ നിന്ന് അത് കൊണ്ടുപോകാമായിരുന്നു. ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. എങ്കിലും ആ രുചിയോടെ അദ്ദേഹം ഇപ്പോഴവിടെ വന്നപ്പം, അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം നിന്നപ്പോൾ അദ്ദേഹം പഴയ രുചി ഓർത്തിട്ട് ജസ്റ്റിൻ പോളിനെ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞു അടുത്ത് തന്നെ പുള്ളി ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. ആ വലിയ ഹോട്ടലിൽ ഉദ്ഘാടനത്തിനടുത്ത് ഫുഡ് കഴിക്കാതെ നേരെ ബെക്കാമും സംഘവും നേരെ ജസ്റ്റിൻ്റെ ആ ഹോട്ടലിലേക്ക് പോയി രുചിയോടെ ആ ഭക്ഷണം കഴിച്ചു. പഴയ ഓർമ്മകൾ പങ്കുവെച്ചു. കാരണം രുചി നമുക്കറിയാം, നല്ല ഭക്ഷണത്തിൻ്റെ രുചി എവിടെ പോയി രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും ശരി, ആ രുചിയോടെ ഭക്ഷണം നല്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ നാവും തുമ്പിൽ ആ രുചി എപ്പോഴും വരും. അപ്പോൾ അത് അന്വേഷിച്ച് നമ്മൾ നടക്കുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനായി കിടക്കുന്ന ആ ചെറിയ രാജ്യത്ത് ഏകദേശം 67 ലക്ഷം ജനങ്ങളെങ്ങാണ്ടുണ്ട് എന്ന് പറയുന്നു. അവിടെയാണ് ഇപ്പം ജസ്റ്റിൻ പോൾ എന്ന ചാലക്കുടിക്കാരൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് അന്വേഷിച്ചാണ് ഇപ്പോൾ ഡേവിഡ് ബെക്കാം എന്ന് പറയുന്ന മഹാനായ ആ ഫുട്ബോളർ അദ്ദേഹത്തിന് സർ പദവി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സർ ഡേവിഡ് റോബർട്ട് ജോസഫ് ബെക്കാം എന്നാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ കളി കാണാനും പഴയ കളി കാണാനും അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ധാരാളം ഫുട്ബോൾ പ്രേമികൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ധാരാളം ഫുട്ബോൾ ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ ആൾക്കാരും പഴയ രീതിയിലുള്ള കളികളെല്ലാം പോയി ഇരുന്ന് കണ്ട് അത് ആസ്വദിക്കുന്നത് കാണാം. അത്രയും പ്രശസ്തനായ ഒരാളാണ് മലയാളി ചെഫിനെ അന്വേഷിച്ച് മക്കാവിൽ വന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.